പത്തനംതിട്ടയിൽ 13-കാരി ബലാത്സംഗത്തിനിരയായി. കേസിൽ അമ്മയെയും ആൺ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു. റാന്നി അങ്ങാടി സ്വദേശി ജയ്മോൻ ആണ് അറസ്റ്റിലായത്. 2024 സെപ്റ്റംബറിലാണ് പീഡനം നടന്നത്. നന്ദു ഷാ വിശദാംശങ്ങൾ നൽകും. നന്ദു, ഈ ആൺ സുഹൃത്തിനൊപ്പം അമ്മയെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അമ്മയുടെ ഇൻവോൾവ്മെന്റ് എന്താണ് അവിടെ സംഭവിച്ചത്? സൈഫുദ്ദീൻ 2024 സെപ്റ്റംബറിൽ പത്തനംതിട്ടയിലെ ഒരു ലോഡ്ജിൽ വെച്ചാണ് ഈ 13 വയസ്സുകാരി പീഡനത്തിനിരയാകുന്നത്. റാന്നി സ്വദേശിയായ ജയ്മോൻ എന്നയാളാണ് ഇതിൽ പ്രധാന പ്രതിയായി പറയുന്നത്. ഈ ജയ്മോനും ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയും തമ്മിൽ ഏറെ നാളായി ബന്ധമുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. ഈ അമ്മയുടെ ആൺസുഹൃത്ത് എന്ന രീതിയിലാണ് പിന്നീട് ഈ പീഡനത്തിനായ പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടിയെ ഈ ജയ്മോന് പരിചയപ്പെടുത്തുന്നത്. ഈ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ലോഡ്ജ് മുറിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ജയ്മോൻ പീഡിപ്പിക്കുകയായിരുന്നു. അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ എന്നതും ഈ കേസിന്റെ മറ്റൊരു ക്രൂര മുഖമാണ്. ഏതായാലും അമ്മയും ജയ്മോനെയും നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് പോലീസ്. പെൺകുട്ടി ഇപ്പോൾ പത്തനംതിട്ടയിലെ മഹിളാ മന്ദിരത്തിലാണ് നിലവിലുള്ളത്. ഈ പെൺകുട്ടിയും അമ്മയും തിരുവനന്തപുരം സ്വദേശികളാണ്. ഇവർ ഈ ജയ്മോനുമായി അടുപ്പത്തിന്റെ പേരിലാണ് പിന്നീട് പത്തനംതിട്ടയിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് ഈ പീഡനം നടക്കുകയും ചെയ്തതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത്. സൈഫുദ്ദീൻ.